ഹായ് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ നെടുങ്കണ്ടം കുമളി ട്രിപ്പാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ അമ്മയുടെ ഫാമിലിയാണ്, അമ്മയുടെ ഏരിയയാണ്. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് കേട്ടോ. 2 ഇരട്ടപ്പിള്ളേരാണ്. മൂത്തവൻ താഴെ എവിടെയുണ്ട്. ഇവനും ഞാനും ബെസ്റ്റ് കമ്പനിയാണ്, ഞങ്ങൾ 2 കമ്പനിക്കാരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ബെസ്റ്റ് കമ്പനിയാണ്. അപ്പം എൻ്റെ കൂടെയാണ് ഇവൻ മിക്കവാറും ഉണ്ടാവുന്നത്. ഊണിലും ഉറക്കിലും കിടക്കില്ല എപ്പം ഇവൻ എൻ്റെ കൂടെയാണ്. ഇവന് രാത്രി പേടിയൊക്കെ വരും, എൻ്റെ കട്ടിങ്ങനെ പിടിക്കും എൻ്റെ പൊന്നോ. അപ്പോൾ ഞങ്ങൾ 2 എന്തൊക്കെയോ പറഞ്ഞു മേളിൽ വരച്ചില്ലാണ് കേട്ടോ. ഇപ്പോൾ കാർ കാണിക്കും. അപ്പോൾ ഈ ഫ്രണ്ട് കിടക്കുന്ന കാറാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്, ബാക്ക് കിടക്കുന്ന കാറാണ് AC ഒന്നും വേണ്ടാത്തൊരു പോകാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഏഷ്യൻ പാട്ടൊക്കെ വെച്ച് പോകാനാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പം എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെയുണ്ട്, കുറച്ച് നാൾ മുമ്പ് ഉള്ളതാണ് കേട്ടോ. എനിക്കൊന്ന് വിഷു ഉണ്ടല്ലോ, വിഷുവിൻ്റെ ആ ഒരു 14 and 15 ആ ഒരു ഏരിയയിലായിരുന്നു. April 14th and 15th and 16th ആ ഒരു സമയമായിരുന്നു 2024 സോറി. അതേ അങ്കിളാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മയുടെ അനിയനാണ്. അങ്കിൾ ഫോണിനോട് അവിടെ ഇരിക്കുകയാണ്. അപ്പം ഫ്രണ്ടിൽ അവിടെ ഇരിപ്പുണ്ട്. പൊന്നു അത് തോമസ് കുട്ടിയാണ് കേട്ടോ. ഇപ്പോൾ കണ്ണു പിടിപ്പിച്ച് കാണിച്ചത് ഇവൻ സെബാനാണ്, അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് തോമസ് കുട്ടി, പിന്നെ പൊന്നും ഞാൻ. അപ്പം ഞങ്ങൾ 4 പേരുണ്ട്. ഇപ്പം ഞങ്ങൾ എൻ്റെ അമ്മയുടെ പപ്പയുടെ അനിയനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വെള്ളിച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. വെള്ളിച്ചാച്ചനുണ്ട് കേട്ടോ. എൻ്റെ അമ്മയുടെ പപ്പേനെ വിളിക്കുന്ന അച്ചാച്ചൻ എന്നാണ് കേട്ടോ. ഞങ്ങളങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ വണ്ടിക്കകത്ത് തേണ്ട ലേസ് ഇരിപ്പുണ്ട്, വെള്ളക്കുപ്പി ഇരിപ്പുണ്ട്, അവന്മാരുടെ ടവൽ ഇരിപ്പുണ്ട്. അവന്മാരെന്നാണ് കേട്ടോ ഞങ്ങളെപ്പോഴും വിളിക്കുന്നു. പക്ഷേ ഞങ്ങളിങ്ങനെ ആയിപ്പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലേസ് ഉണ്ട്, പിന്നെ നമുക്കൊരു വാച്ച് ഇടുന്ന ബോക്സ് ഉണ്ട്, പിന്നെ അതേ ചീപ്പുണ്ട്. അപ്പോൾ അതേ ഈ വലിയ 2 ടവലുണ്ട്. ഇവന്മാർ ഛർദ്ദിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഛർദ്ദിച്ച് കഴിയുമ്പം തുടയ്ക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി തന്നേക്കുന്നതാണ് കേട്ടോ, മുൻകരുതലിന് വേണ്ടിയിട്ട്. ഇത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അച്ചാച്ചനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ചാച്ചൻ്റെ വീടിൻ്റെ മുന്നിലുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ നഖമൊക്കെ ഉണ്ടായിരുന്ന സമയം നല്ല നീളമായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ നോക്കിയാൽ നഖമില്ല, കാരണം സ്കൂളിൽ പോകുന്നതുകൊണ്ട്. ഇതാണ് കേട്ടോ വെള്ളിച്ചാച്ചനും ഉണ്ട്. ഇപ്പം ഞങ്ങൾ തോമസ് കുട്ടി ഇപ്പം എൻ്റെ മടിയിലാണ്. അപ്പം ഗായ്സ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഞങ്ങൾ നാരങ്ങളും കുടിക്കാറ്, അതെടുക്കാൻ മറന്നുപോയി. അപ്പം നാരങ്ങളും കുടിക്കാൻ കയറി. അപ്പോൾ ഇവന് നാരങ്ങളും വേണ്ട, ജ്യൂസ് മതി. ജ്യൂസ് വാങ്ങിച്ചു. അപ്പോൾ മറ്റവന് ജ്യൂസ് വേണം. അപ്പോൾ പിന്നെ അവന് പക്ഷേ സ്പ്രൈറ്റാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തത്. ഇപ്പം ഒരാളെ കാണിച്ചു തരാം. നടേ കണ്ണാടിയൊക്കെ വെച്ച് അപ്പനെ കാണിക്കുകയാണ് ഗൈസ്. യോ. അപ്പോൾ ഗൈസ് ഇതാണ് അപ്പൻ. അതേ ജ്യൂസൊക്കെ കാണിക്കണം. അതെ ഞങ്ങൾ പിന്നെ ഇറങ്ങിട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തോ മടുത്തപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും പിന്നെ ഇറങ്ങി. ഞങ്ങൾ രാവിലെ 10 മണിയില്ല 9 ആയപ്പോൾ ഇറങ്ങിയുണ്ട്. ഇതുവരെയായിട്ട് ഞങ്ങളവിടെ എത്തിയിട്ടില്ല. നെടുങ്കണ്ടമാണ് ഞങ്ങളുടെ വീട്. തൊടുപുഴ വണ്ണപ്പുറം ആ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ നെടുങ്കണ്ടം പോകണ കുറച്ച് സമയം എടുക്കാൻ കഴിച്ചു. അപ്പോൾ ഇതാണ് തോമസ് കുട്ടി. എൻ്റെ കൂടെ ഇതുണ്ട് ഇപ്പോൾ കാണിച്ചവനാണ് സെബാൻ കുട്ടി. ഇപ്പോൾ സെബാനും തോമസും ഒരു ഡ്രസ്സായിരുന്നു. ബട്ട് സെബാന് നല്ല ഛർദിലിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അവൻ ഡ്രസ്സൊക്കെ മാറ്റി. ഈ കാറാണ് AC വേണ്ടാത്തിരിക്കുന്നത്. അതാണ് നമ്മൾ വന്ന കാറ്. എല്ലാവരും ഇവിടെ വെളിയിൽ നിൽപ്പുണ്ട്. പിന്നെ അങ്കിളുമാരൊക്കെ അവർ എന്തെങ്കിലും സ്ഥലം വല്ല സ്പോട്ട് വല്ലതും ഉണ്ടോ നോക്കാൻ വേണ്ടി, നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി സ്പോട്ട് വല്ലതും ഉണ്ടോ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് പറയുകയാണ്. നമ്മളിനി ഏലക്ക തോട്ടത്തിൽ കൊണ്ടാണ് പോകുന്നത്. നമ്മൾ ഹോം സ്റ്റേ ചെയ്ത വീട് നല്ല ഏലക്ക കൃഷി ചെയ്യുന്നവരാണ് അവർ. ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീടാണ് കേട്ടോ. അതൊക്കെ വഴിയെ കാണിച്ചു തരാം. ഇതെല്ലാം കേട്ടോ ഇതിലൊക്കെ. അത് എന്ത് ഇപ്പം പറയും ഒരു പൈപ്പ് കാണിച്ച് തരുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു പൈപ്പ് ഉണ്ടോ, ആ പൈപ്പിന് അതാണ് ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നതാണ് ഏലക്ക. അപ്പം നിങ്ങൾ ഏലക്ക കണ്ടാണ് ഞാൻ ചുമ്മാ എടുത്ത വീഡിയോ. ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, കാരണം നമ്മൾ ചെറിയ ക്ലിപ്സ് എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനാണ് നിർത്തിയെന്ന് അറിയത്തില്ല. ഞങ്ങൾ ചുമ്മാ നിർത്തിയെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയത്തില്ല എന്തിനാണ് നിർത്തിയെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ ഇലക്ക കാണിക്കാൻ നിർത്തിയെന്ന് തോന്നുന്നു. അപ്പം ഇനി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നെടുങ്കണ്ടം പള്ളിക്കുട്ടൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ നെടുങ്കണ്ടം പള്ളിയിലാണ് ഞങ്ങൾ പോകണം വിചാരിച്ചത്. ഞങ്ങൾ കുമളിയൊക്കെ പിന്നെ ഇട്ട പ്ലാനാണ്. നെടുങ്കണ്ടം പള്ളിയായിരുന്നു മെയിൻ. കാരണം നമ്മുടെ കാരണം ഉണ്ടായിരുന്ന വെള്ളിച്ചാച്ചൻ ഉണ്ടല്ലോ. ഓക്കെ, വെള്ളിച്ചാച്ചൻ ഇത് പടിഞ്ഞൊരു പള്ളിയെ വെള്ളിച്ചാച്ചൻ തന്നെയല്ല, വെള്ളിച്ചാച്ചനും ടീമൊക്കെ ആയിട്ട് വെള്ളിച്ചാച്ചൻ്റെ ഒരു നേതൃത്വത്തിൽ പണിഞ്ഞ പള്ളിയാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഇപ്പം കാണും. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുരിശ് കാണാൻ പറ്റും. അതാണ്ടോ പള്ളി. നോക്കി ശ്രദ്ധിച്ച് നോക്കൂ പ്ലീസ്. ഒരു ചെറിയ ഗ്ലാസ് മറ്റേ കണ്ടോ,
ചെറിയൊരു കുരിശൊക്കെ കാണുന്നില്ലേ, ഇത് പള്ളിക്കുട്ടൻ എന്നൊക്കെയാണ് ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മളവിടെ എത്തിയിട്ട് കാണിക്കാൻ ഗൈസ്. നമ്മളിവിടെ ഇറങ്ങാൻ പോകുന്നത് നല്ല പൊരി വെയിലാണ്, പക്ഷെ നല്ല കാറ്റാണ് ഗൈസ്. ഇത് ഈ സമയം വോയിസ് ഓവർ ചെയ്തില്ലെങ്കിൽ ഞാൻ ഒന്നും കേൾക്കത്തില്ല. കാരണം നല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയ കാറ്റാണ്, നല്ല സുഖമാണ് കേട്ടോ. ഇവിടെ നിൽക്കുക ചൂട് അനുഭവപ്പെടുത്തില്ല കേട്ടോ, നല്ല കാറ്റായതുകൊണ്ട്. അത് സ്കൂളാണ് കേട്ടോ. അത് ഇപ്പം കാണിച്ചതാണ് പള്ളി, അതാണ് കേട്ടോ പള്ളി. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് പോലും ഉള്ള സംഭവമല്ല ഇത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഈ മാസമാണ്, കഴിഞ്ഞ മാസമാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ആ പള്ളിയിൽ ടോയ്ലറ്റൊക്കെ പോയപ്പോഴത്തേക്കും പൊന്നുവിൻ്റെ കയ്യിലോട്ട് ഫോണെത്തി. പൊന്നോട് ഞാൻ പറഞ്ഞു വേണ്ടി ജസ്റ്റ് ഒന്ന് എടുക്കാൻ. അപ്പോൾ അവളെ എടുത്തതാണ്. പൊന്നിന് അങ്ങനെ വലുതായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ ഇപ്പോഴത്തേക്കും കുറച്ച് സാറിന് ഈ വീഡിയോക്കകത്തുണ്ടായിരുന്നു. പിന്നെ അവൾ എന്തൊക്കെയോ പറയുകയാണ് കേട്ടോ, ബൈബയൊക്കെ പറയണം. പിന്നെ അതേ ഓരോരുത്തരെ കാണിക്കും. ഇനിയിപ്പോൾ നമ്മൾ പള്ളിയുടെ ഇൻറ്റീരിയർ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. നല്ല പള്ളി കാണും, നല്ല സുഖമാണ് കേട്ടോ. ഇതെന്തോ നല്ല പള്ളിയാണ്, മേൽവശത്ത് ഇങ്ങനെ പറന്നു പോകുന്ന പോലെ ഉണ്ടല്ലേ ശരിക്കും ആ ഒരു ബേർഡ്. നല്ല രസമാണ് കേട്ടോ. പ്രാർത്ഥിച്ചു. ഗൈസ്, ഇത് ഞാൻ വേറെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഇത് ഇടയ്ക്ക് കയറി വന്നു. അതുപോലെ നിങ്ങളെല്ലാവരും കാണുന്നില്ല റീൽസ് അതുപോലെ. അപ്പോൾ ഇതാണ് ഞാൻ അതിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുകയാണ്, മുന്നിൽ തന്നെ ചുമ്മാ ഇരിക്കുകയാണ്. എൻ്റെ കയ്യിൽ മങ്ങാനും എനിക്ക് കൊതിയാവുന്നു. അപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെ ഉണ്ട്, കൊള്ളാവോ? അത് കഴിയുമ്പോൾ പിന്നെ വണ്ടി കയറി കഴിഞ്ഞിട്ട് വേറെ ഹെയർ സ്റ്റൈലാക്കും. അങ്ങനെയാണ് ഞാൻ ആ ദിവസം 2 ഹെയർ സ്റ്റൈലും കൊണ്ടൊക്കെയാണ് പറഞ്ഞത് ആക്കപ്പെട്ടെ. പിന്നെ വേണ്ടി ഇതാണ്ടോ നമ്മുടെ പള്ളിയുടെ വെളിവശം ഫുള്ളിലൊക്കെ ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാണ്ട് ഗൈസ് ഫുള്ളായിട്ട് ഇതേണ്ടി ചെറിയൊരു കൂടാരമ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ. നിങ്ങൾ ആൾക്കാരൊന്നും നോക്കണ്ട കേട്ടോ, പൊന്നുമാണ് ഈ ആൾക്കാരിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് പൊന്നുമൊക്കെ നടന്നു വരുന്നത്, ഞാൻ മാറാൻ വേണ്ടി മാറില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞു ഫോൺ താടി ഞാൻ വീഡിയോ എടുക്കട്ടെ. അപ്പോൾ അവൾ ദേഷ്യത്തിന് അവളുടെ തന്നെ വെച്ച് അവളുടെ എടുക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അവൾ പൊന്നു അധികം കറിയുന്ന കൂട്ടാതെയാണ്. ഇതാണ് എൻ്റെ ആൻറ്റി, ഇതാണ് കേട്ടോ അമ്മച്ചി, ഇതാണ് തോമസ് കുട്ടി. അത് ആൻറ്റി എൻ്റെ അമ്മയുടെ ചേച്ചി, അമ്മച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ. അപ്പോൾ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് എന്തായാലും ആ ഒരു ദിവസം മൊത്തം നമുക്ക് വീട് നമുക്ക് കുറച്ച് നേരം നടന്നപ്പോഴത്തേക്കും ഞങ്ങൾ വേറെ എവിടെയെല്ലാം വന്നിച്ചു. ഞങ്ങൾ രാമിക്കൽ മേട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പറഞ്ഞത്, രാമിക്കൽ മേടും. ഓക്കെ, ഞാനിപ്പോൾ സെബാനാണ് ഫുൾ ടൈം. ഇത് മൊത്തം ഞാൻ സെബാനാണ്. ഈ വീഡിയോ ഞാൻ എവിടെ ഉണ്ടോ അവിടെ സെബാൻ കാണട്ടെ. എൻ്റെ കൂടെ എന്ത് കാര്യത്തിനും പുള്ളിക്കാരനുണ്ട്. കാരണം പുള്ളിക്കാരന് എൻ്റെ കൂടെ എന്തിനുണ്ട്. അതാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നതാണ് റിയൽ ആയിട്ടുള്ള ഒരു രാമിക്കൽ മേടും. ബട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തിനാണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അതാണ് റിയൽ എന്നാണ് വന്നത്. ഇത് പ്രോജക്റ്റാണ് കേട്ടോ. ഇത് സേവ് ചെയ്യുന്നങ്ങാണ്ട് പ്രോജക്റ്റാണ്. ഇതേപോലെ സ്റ്റെപ്സ് എനിക്ക് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചുമ്മാ എടുത്താണ്. ഞാൻ അമ്മയ്ക്ക് ഈ വീഡിയോ അയച്ചൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ചുമ്മാ എടുത്തതാണ്. പിന്നെ ഒരു മെമ്മറി ആയിട്ട് കിടക്കട്ടെ എന്ന് ചുമ്മാ എടുത്താണ്. കുറേ നാളായിട്ട് ഇതിനകത്ത് കിടക്കട്ടെ. പിന്നെ ഞാൻ ജേർണിന്ന് ഡിസ്ക്രിപ്ഷൻ ഇട്ടുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. ഓരോരുത്തരുടെ കാലൊക്കെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ ഗൈസ്, ഞാൻ ചുമ്മാ കാണിക്കുന്നതാണോ. ഞാൻ ആ സമയത്ത് നമ്മൾ ഇപ്പൊക്കെ എവിടെയെങ്കിലും പോയി വീഡിയോ എടുത്ത് അപ്പൊന്നും നമുക്കറിയാം ഇങ്ങനെ യൂട്യൂബ് ചാനലിത് ചുമ്മാ എടുക്കുകയാണ്, അമ്മേനെ കാണിക്കാൻ എടുക്കുകയാണ്. അപ്പം ഞാൻ വലിയ ഇതായിട്ടൊന്നും എടുത്താൽ. പിന്നെ ഞാനും സെബാനും കുട്ടിയും കൂടെ കയറി ഇങ്ങനെ പോയി. ഞങ്ങൾ കഴിച്ചിട്ട് നടക്കുന്ന കാര്യമായതുകൊണ്ട് ഞങ്ങൾക്ക് വയ്യ, നടന്ന് മടുത്തു. എന്തായാലും പിന്നെ അതാണ് ഞങ്ങൾ റിയലായിട്ടുള്ള രാമിക്കൽ മേടു. ഞാൻ അച്ഛൻ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ പപ്പ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ അപ്പോൾ ഇത് നമ്മൾ നടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റിലാണോ നടക്കുന്നത്, പാറയിൽ അല്ല മരത്തിൽ. ഞാൻ പറയുന്നത് ഭയങ്കര വെയിലാണ്, പക്ഷെ ചൂട് അനുഭവപ്പെടുന്നില്ല കേട്ടോ. ഞാൻ ഹുഡിയൊക്കെ ഇട്ടിട്ടാണ്, പക്ഷെ തലയിൽ ഇട്ട കൊള്ളത്തില്ല. ഞാൻ ഹെയർ സ്റ്റൈൽ സമയം കൊണ്ട് മാറ്റി വണ്ടിയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഹെയർ നല്ല ഒരു സ്മൂത്തായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് മാറ്റിയായിരുന്നു. ആ ചെറിയ വിൻഡ് മിൽസ് ചെറുതായിട്ട് ആ മലയുടെ പ്രദേശം കാണുന്നുണ്ട്, അതാണ് കേട്ടോ തമിഴ്നാട് ശരിക്കും ഈ ഒരു വീടിക്കകത്ത് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ശരിക്കുമുള്ള വഴി അതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ, ശരിക്കും കയറി വന്ന വഴി. പക്ഷേ എല്ലാവരും നമ്മൾ പിന്നെ ശരിയിൽ വരത്തില്ലല്ലോ, നമ്മൾ തെറ്റിൽ വരത്തുള്ളൂ. അവൻ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാ. കണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ തമിഴ്നാട് കൊട്ടൻ. എന്നെ പിടിച്ച് വലിച്ചുകൊണ്ടാണ് പോകുന്നത് കണ്ടോ. അതിൻ്റെ അപ്പുറത്ത് കണ്ടോ, അതാണ് ശരിക്കും വരേണ്ട വഴി. പിന്നെ ഞങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട് പിന്നെ എൻ്റെ ആങ്കിളൊക്കെ അതല്ല, അങ്കിളും അപ്പയും ആച്ചാച്ചനും വലിച്ചാച്ചനും എല്ലാവരും അല്ലാതെ ഇവിടെ വന്നത്. ആൻറ്റിമാരൊക്കെ ആൻറ്റിയും അമ്മച്ചിയും പൊന്നും ഒക്കെ അല്ലാതെ വഴി വന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അങ്കിള് ജോബിങ്
ആൻറ്റി ഉണ്ടല്ലോ, ആൻറ്റിയുടെ ഭർത്താവ് ജോബി, ആൻറ്റിയുടെ ഭർത്താവ് അപ്പം അങ്കിള്, പിന്നെ ആൻറ്റി, അവന്മാർ 2 പേര്, ഞങ്ങൾ 2 പേര്, പിന്നെ അച്ചാച്ചൻ, അമ്മച്ചി, അപ്പ, അങ്കിൾ, ടിൻസ് അങ്കിള്, വലിയച്ചാച്ചൻ, 11 പേരായിരുന്നു കേട്ടോ. പിള്ളേരും കൂടെ കൂട്ടി 11 പേരെന്ന് ഞാനെന്തോ കാണിക്കുന്നത് ക്ഷമിക്കണം. കാരണം ഞാൻ സമയത്ത് വീഡിയോ ഇടുന്ന ആ ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഫോണാണെങ്കിൽ ചൂടത്ത് ചാവാണ്, ഫോൺ ഭയങ്കര ചൂടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ശരിക്കുള്ള തമിഴ്നാട് കുട്ടൻ്റെ സൗന്ദര്യം. നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര കുറേ നേരം ഞങ്ങളോട് നിന്നിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ഫുള്ളൊന്നും എടുക്കാൻ പറ്റില്ല, കുറച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മടുത്തു. സത്യം പറഞ്ഞില്ല, ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തപ്പോഴത്തേക്കും മടുത്തു. അതാണ്ട് ഇതാണ് ഇടുക്കി ഡാം പണിത ആൾക്കാരാണെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. ഉറപ്പില്ല കേട്ടോ, ഉറപ്പൊന്നും അറിയത്തില്ല, ചുമ്മാ പറയുകയാണ് ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. വ്യൂ പോയിൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, വ്യൂ പോയിൻറ്റ്. പിന്നെ ഞങ്ങൾ പാർക്കിൽ പോയി ഐസ്ക്രീം കഴിച്ചു, ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ അതൊക്കെ നല്ല മെമ്മറി ആയിരുന്നു. പാർക്കിൽ പോയി ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. അപ്പോഴത്തേക്കും ഞാൻ അപ്പയുടെ ഫോൺ കൊടുത്തു. അപ്പോൾ എനിക്ക് മതിയായി, ഞാൻ മടുത്തു അപ്പാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കാർ കയറിയപ്പോൾ പിന്നെ എൻ്റെ വാച്ച് കടി തുടങ്ങി. വേണ്ട, ആ കാണുന്നുണ്ട്, ആ റൈറ്റ് സൈഡിൽ ചെറുതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ അങ്ങോട്ട് കയറിയ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. അത് നല്ല രസമാണ് കേട്ടോ. വ്യൂ പോയിൻറ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. ദയാശില്പഴം എടുത്തിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ എന്തോ പറയുന്നുണ്ടോ എനിക്ക്, ഇതാണ് കേട്ടോ വ്യൂ പോയിൻറ്റ്. മേളിൽ നിന്നാൽ കാണുന്ന ഒരു വ്യൂ ഗൈസ്. ശരിക്കുള്ള രാമക്കൽമേട് കാണാം, നമ്മുടെ തമിഴ്നാട് ഡയറക്റ്റ് ആണ്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് തമിഴ്നാട് കുറേ നേരം കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് വലിയ ഇതില്ലായിരുന്നു. ഇത് ഞാൻ വേറെ അവരുടെയൊക്കെ എടുത്താണ് ഗൈസ്, ഇത് ഞാൻ കളയണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞങ്ങളൊരു ഹോം സ്റ്റേ തപ്പി. ഇത് ഞങ്ങളുടെ ഒരു ബന്ധത്തിൻ്റെ വീടാണ്. ഹോം സ്റ്റേ തപ്പി ഞങ്ങളെ എടുത്തു കേട്ടോ. അവിടെ അങ്കിള് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. അടിപൊളി വീടാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നെ, ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നു കുളിക്കാനൊക്കെ പോവാണ്ട്, പൊന്നു തലയിലൊക്കെ വളക്ക് പ്രാന്ത് പിടിക്കും. പക്ഷേ എനിക്ക് കുളിക്കാൻ ഭയങ്കര മടിയായിരുന്നു, ഭയങ്കര മടി. പക്ഷേ ഇവിടെ ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇവന്മാരെ ആൻറ്റി കുളിപ്പിച്ചു കേട്ടോ. ആൻറ്റിമാരെ കുളിപ്പിച്ചു. അപ്പം ഞങ്ങളോട് പറഞ്ഞാൽ പോയി കുളിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ കുളിക്കാൻ പോകണം. പൊന്നു കേട്ടോ ഫസ്റ്റ് കുളിക്കുന്നത്. പൊന്നു കുളിച്ചിട്ടാണ് ഞാൻ കുളിക്കുന്നത്. അപ്പം കഴിച്ച് ഞാൻ പോയി കുളിക്കട്ടെ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അത് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു ഗൈസ്. ഇന്നലെ ഞാൻ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് കളിച്ചൊക്കെ കഴിഞ്ഞ് കിടന്നു എന്നാണ് കേട്ടോ ഞാനീ പറയുന്നത്. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ ഫോണിന് ചാർജൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഇരിക്കേണ്ട. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ കിളി പോയ കുട്ടീനെ കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചുമ്മാ മുടിയൊക്കെ കെട്ടിയിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് വേറെ ഏതോ ഡ്രസ്സൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ചുമ്മാ ഇരിക്കുന്നു, ഒരു പണിയില്ലാത്ത ഞാൻ ഇരിക്കുകയായിരുന്നു. ഞങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നല്ല രസമുണ്ടോ, നല്ല വീടായിരുന്നു, നല്ല ആംബിയൻസ് ഉള്ള നല്ല സ്ഥലമായിരുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ആൻ അനീന നെടിയത്തെന്നാണ്. അതിനകത്ത് കയറി നോക്കിയാൽ അറിയാം. അവിടെ ചെല്ലുമ്പോൾ ഉള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ വേറെ വീഡിയോക്ക് എടുത്താണ് കേസ്, ഇതൊന്നും ഞാൻ കളഞ്ഞില്ല. ഇത്ര കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്ത് വീഡിയോയാണ്. അങ്ങനെ നമ്മളത് എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ സമയം കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും എവിടെയൊക്കെ പോകണമെന്ന്. ഇത് നമ്മൾ പോകുന്നത് തേക്കടിയാണ് കേട്ടോ. തേക്കടി പെരിയാറിൽ ഒരു റൗണ്ട് ചുറ്റാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ തേക്കടി പോകണമെങ്കിൽ നമുക്ക് പെരിയാറിൽ തേക്കടി എത്തി. ഇനിയിപ്പോൾ നമുക്ക് പെരിയാറിൽ എത്തണമെങ്കിൽ ഒരു ബസ്സിൽ കയറണം. ആ ബസ്സിൽ ഇങ്ങനെ കുറേ ദൂരം നമ്മൾ കാടിൻ്റെ നടുക്കൂടെ പോയിട്ട് നമ്മൾ കുറേ കാടിൻ്റെ നടുക്കൂടൊക്കെ പോയാൽ നമുക്ക് എന്താ പറയുന്നത് പെരിയാറിലെത്താൻ പറ്റത്തുള്ളൂ. ഭാഗ്യ ആ സമയത്ത് മുല്ലപ്പെരിയാർ ഡാമിന് ജാഗ്രത ഒന്നുമില്ല. അയ്യോ, ഞങ്ങൾ പെരിയാറിൻ്റെ ചോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മുല്ലപ്പെരിയാർ ഡാമിന് ഇങ്ങനെ ജാഗ്രതയായിരുന്നു. അങ്ങനെ ഇപ്പോൾ പൊട്ടി ആ ഒരു രീതിയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇത് അവൻ വീഡിയോ ഓണാക്കി അവൻ മാന്യനാണ്. ഇത്ര മാന്യൻ നിങ്ങൾ കണ്ടിട്ടില്ല. എല്ലാവരും ഡ്രസ്സൊക്കെ മാറും കേട്ടോ. വേറെ പിറ്റേ ദിവസമല്ലേ, ഇപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറാൻ ഫ്രഷായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ അകത്ത് കയറി ഇതിൻ്റെ എല്ലാം ഇട്ടു. പൊന്നും തോമസും ഞാനും സെബാനും. പിന്നെ ഞങ്ങളെല്ലാവരും അതിൻ്റെ ഓവർകോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പം ഗൈസ് ഞങ്ങളിനി നല്ല സുഖമായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. പെരിയാർ കാണിച്ചു തരാം. ഞങ്ങളവിടെ നിർത്തിയിട്ടേക്കുന്നതാണ് കേട്ടോ കാണുന്നത്. പെരിയാർ താണ്ട് ഒരിത്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഫ്ലൂ ആയിട്ട് നല്ല സുഖമായിട്ട് പോകായിരുന്നു. പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പൊടിച്ചു, സത്യം പറയാം.
ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു കയറിയത്. പിന്നെ കുറച്ച് കാട്ടെന്തോ എനിക്ക് ഒന്നും ഓർമ്മ പറ്റില്ല, കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കാട്ടിൽ. അങ്ങനെ നമ്മൾ ഒരു ആനേനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ അങ്ങനെ നല്ല സന്തോഷത്തോടെ അനങ്ങി. എല്ലാവരും പറയും ബോട്ടനങ്ങി, എല്ലാവരും പറയണം ബോട്ടനങ്ങി, മിനിച്ചേച്ചി ബോട്ടനങ്ങി. എന്നോടത്ത് സഭം പറയും തോസുട്ടി മിനിച്ചേച്ചി കണ്ടോ ബോട്ടനങ്ങി, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബോട്ട് അനക്കുമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കാരൻ ബോട്ടൊക്കെ അനക്കിയെന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നടന്നത് പെരിയാറിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു. നല്ല രസമായിരുന്നു, നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല സുഖമായിരുന്നു. പക്ഷെ കുറേ നേരം വെള്ളം കണ്ടിട്ടിരുന്നത് നമുക്ക് ബോറടിക്കുന്നുണ്ട്. നമ്മൾ ബോറടിച്ചതന്നെയായിരുന്നു കുറച്ച് നേരം ഇരുന്നത്. അപ്പം നമുക്ക് ഇതിപ്പം ട്രാവലിങ്ങിൻ്റെ വ്ളോഗാണ്. നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫിൽ കുറച്ച് നേരമേ ഉള്ളൂ. എങ്ങനെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ കളഞ്ഞില്ലായിരുന്നു. ചുമ്മാ ഇവളെടുത്തിട്ടേക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അവൾ ചുമ്മാ എടുത്തതാണ്. അവൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇരിക്കുന്നുണ്ടോ. ഓക്കെ അങ്ങനെ കുറച്ച് തോമസ് സബാനോട് മുഖം കാണി സബാനെ ആ സാധനത്തിൽ കൂടെ ചെറുക്കൻ എങ്ങനെ മുഖം കാണിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ നേരം പെരിയാർ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു തോന്നുന്നു. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ തോന്നുന്നു. ആരവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആരാണ് എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ഉണ്ടാക്കി എനിക്കറിയത്തില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള വട്ടാണ് ഗൈസ്. ഇത് വേറൊരു സ്ഥലത്തെപ്പോഴുള്ള പൊന്നെടുത്തതാണ്. പൊന്നിൻ്റെ കൈ മാറ്റിയായിരുന്നെങ്കിൽ വൃത്തിയായിട്ടിട്ടായിരുന്നു. എന്നാലും പൊന്നു നല്ല വൃത്തിയായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് ഗൈസ്. 17.55 സെക്കൻഡ് ആണ് ഉള്ളത്. 17 മിനിറ്റും 55 സെക്കൻഡുമാണ് ഈ ഒരു വീഡിയോയിൽ. കുറച്ച് ഡ്യൂറേഷനുള്ള വീഡിയോ എൻ്റെ കസിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്യൂറേഷനുള്ള വീഡിയോ ഇട്ടിരിക്കുന്നു. അപ്പോൾ കുറേ നേരം ഇവിടെ ഈ പെരിയാറും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയത്തില്ല. ഇതുകൊണ്ട് അതൊന്നും ആനിമൽസ് ഒന്നും അല്ല കേട്ടോ, വൈൽഡ് ആനിമൽസ് അല്ല. ആരും ഇങ്ങനത്തെ ഒരു തുറസായ സ്ഥലത്തൊന്നും ആരും അധികം വന്നിരിക്കത്തില്ലായിരുന്നു. ആകെ മാനും ആന വെള്ളം കുടിക്കാൻ വന്നു. പിന്നെ ഓടുന്നതൊക്കെ നമ്മളതിനകത്ത് ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ പെരിയാർ പോയിട്ട്. അല്ല വലിയതായിട്ട് മൃഗങ്ങളെയോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ബോറടിക്കുന്നത് എനിക്കറിയാം, സ്കിപ്പ് ചെയ്തോളൂ.